നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡെവലപ്മെൻറ്റ് സീരീസ് പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ഒരു റെയിൽവേ വീഡിയോ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു റെയിൽ സംബന്ധമായ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലിപ്പോൾ ഉടനീളം നമ്മുടെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ വളരെയധികം ആധുനികവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. വൻ മാറ്റങ്ങളാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ വലിയ മാറ്റങ്ങളാണ്, ചെറിയ നഗരങ്ങളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അടിമുടി മാറുകയാണ്. നമ്മുടെ കേരളത്തിലെ റെയിൽവേയും അതേപോലെ തന്നെ അതിന് ചുക്കാൻ പിടിച്ച് അതിൻ്റെ പുറകെ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. ഇന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ്. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. നമുക്കറിയാം, നമ്മൾ പലരും ആ ഒരു റെയിൽവേ സ്റ്റേഷനിലൂടെ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. അത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവാൻ പോവുകയാണ്. ഇനി നമ്മൾ കോഴിക്കോട് എത്തുമ്പോൾ, അല്ലെങ്കിൽ വരും നാളുകളിൽ ഒരു ഡൗൺ ദ ലൈൻ ഒരു 3-4 വർഷം കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പോൾ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും ആ ഒരു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാറിയിട്ടുണ്ടാവുക. ഇവിടെ ഏകദേശം 445.19 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലായിരിക്കും ഈ പറയുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പണിയുക. ഇതിൻ്റെ ഫൈനൽ അനുമതി ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. ടെൻഡർ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ജനുവരിയിൽ തന്നെ പൂർണ്ണ തോതിലുള്ള ഈ പറയുന്ന കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നമുക്ക് പ്രതീക്ഷിക്കാനാവും. മുംബൈ, അന്തേരി, ഗോരഗാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന OFC കമ്പനിയുടെ കൺസോർഷ്യമാണ് നിർമ്മാണ ചുമതല ഇപ്പോൾ വഹിക്കുന്നത്. ഈ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ ചെറിയ കമ്പനിയാണെന്നൊന്നും വിചാരിക്കരുത്. ഇത് വളരെയധികം പ്രാവീണ്യം ഉള്ളൊരു കമ്പനി തന്നെയാണ്. ഡൽഹി മെട്രോയിലടക്കം ഇവരുടെ ആ ഒരു കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള കമ്പനിയാണ്. സേലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റാങ്ക് പ്രോജക്റ്റ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ കമ്പനിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇനി എല്ലാവരുടെയും മനസ്സിലുയർന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഇത് എത്ര കാലം കൊണ്ടാണ് തീർക്കേണ്ടത് ഈ ഒരു പദ്ധതി? ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് 3 വർഷം കൊണ്ടാണ് ഈ പദ്ധതി തീർക്കാനായിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ വെച്ചുകൊണ്ട് 3 വർഷം കൊണ്ട് തീർത്താൽ അതൊരു അത്ഭുതം തന്നെയായിരിക്കും. പക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂ ഏജ് കാലത്ത് നമുക്കിത് തീർക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഇപ്പോൾ കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള പൈലിംഗ് ജോലികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. റാങ്ക് കൺസ്ട്രക്ഷനാണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളെന്ന് പറയാവുന്നത് പ്രവേശന കവാടത്തിനടുത്ത്, അതുപോലെ തന്നെ 2ാം പ്ലാറ്റ്ഫോം, പിന്നെ റെയിൽവേ കോളനി. മറ്റൊരു പ്രധാന സംഗതി എന്ന് പറയുന്നത്, നമ്മുടെ റെയിൽവേ കോളനിയായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പഴയ കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു മാറ്റുന്നുണ്ട്. അവിടെ ഒരു വലിയ പാർക്കിംഗ് സമുച്ചയം വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന പലതരത്തിലുള്ള ഓഫീസുകളും മാറ്റി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 6 പ്ലാറ്റ്ഫോമുകൾക്കും 9 ട്രാക്കുകൾക്കുള്ള സൗകര്യമാവും ഉണ്ടാവുക. ആദ്യഘട്ടത്തിൽ 4 പ്ലാറ്റ്ഫോമുകളായിരിക്കും നിർമ്മിക്കുക. 20 ലിഫ്റ്റുകൾ, 24 എസ്കലേറ്ററുകൾ, 12 മീറ്റർ വീതിയിലുള്ള ഫുട് ഓവർ ബ്രിഡ്ജ്, 2 പ്രവേശന കവാടങ്ങൾ. കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഏകദേശം 1700 കാറുകൾ പാർക്ക് ചെയ്യാനും, അതുപോലെ തന്നെ 2500 ബൈക്കുകൾ, 100 ബസ്സുകൾ എന്നിവ സുഗമമായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇവിടെ ഒരുക്കുന്നതായിരിക്കും. ഇതിന് പുറമെ മറ്റൊരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വമ്പൻ ആകാശ ഇടനാഴിയാണ്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ഇവിടുത്തെ കോൺകോഴ്സാണ്. 48 മീറ്റർ വീതിയിലാണ് കോഴിക്കോടുള്ള കോൺകോഴ്സ് വരാൻ പോകുന്നത്. മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പണികൾ പൂർത്തിയാക്കുമ്പോൾ ആകാശ ഇടനാഴി എന്നറിയപ്പെടുന്ന ഈ ഒരു എയർ കോൺകോഴ്സ് ആയിരിക്കും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇത് കോഴിക്കോട്ടത്തേക്ക് ഒരു ഐക്കോണിക് സംഭവമായിട്ട് മാറുകയും ചെയ്യും. ഇനി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്, ഇത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു എയർ കോൺകോഴ്സ് വഴി നമുക്ക് യാത്ര ചെയ്യാനാവും.
അതുപോലെ തന്നെ കോൺകോഴ്സിന് മുകളിലുള്ള പല സൗകര്യങ്ങളും അവിടുത്തെ അട്രാക്ഷൻസും എല്ലാം ആസ്വദിക്കാനും ഇതിലൂടെ ജനങ്ങൾക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും ഇല്ലാതെ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ 5 മീറ്റർ വീതിയിലാണ് ഇപ്പോൾ ഫുട് ഓവർബ്രിഡ്ജ് ഉള്ളത്. ഇതിന് മൊത്തത്തിലൊരു മാറ്റം വരാൻ പോവുകയാണ്. വീണ്ടും 2 ഫുട് ഓവർബ്രിഡ്ജ് തന്നെയായിരിക്കും, പക്ഷേ അത് 12 മീറ്റർ വീതിയിലായിരിക്കും വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള റെയിൽവേ ക്വാർട്ടേഴ്സൊക്കെ ഇപ്പോൾ പൊളിച്ചു മാറ്റുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് പകരമായിട്ട് 4 വലിയ ടവറുകളായിരിക്കും വരാൻ പോകുന്നത്. അവിടെയായിരിക്കും റെയിൽവേ ക്വാർട്ടേഴ്സ് ഇനി വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഫുട് ഓവർബ്രിഡ്ജിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് പാർക്കിങ്ങിലേക്ക് പോകാനാവും. അതുപോലെ തന്നെ എയർ കോൺകോഴ്സിൽ നിന്നും ഇതേപോലെ ഫുട് ഓവർബ്രിഡ്ജ് വഴി നമുക്ക് പല സ്ഥലത്തേക്ക് പോകാനും സാധിക്കും. ഇനി മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് 4.2 ഏക്കറിൽ വലിയൊരു ആധുനിക രീതിയിലുള്ള ഒരു വാണിജ്യ സമുച്ചയമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എൻട്രൻസിനും അതുപോലെ തന്നെ എക്സിറ്റിനും പ്രത്യേകം കവാടങ്ങളായിരിക്കും ഇനി ഭാവിയിൽ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ വളരെയധികം മികച്ച രീതിയിലുള്ള ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ബ്രാൻഡ്സ് ഇവിടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്ലക്സ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ പല ആധുനിക രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. മറ്റ് ഓഫീസുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്യാധുനികമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് RMS കേന്ദ്രം, അതുപോലെ തന്നെ പാർസൽ ഇറക്കാനും കയറ്റാനുമുള്ള സൗകര്യം, ഗ്രൗണ്ട് പാർക്കിംഗ്, നിർദ്ദിഷ്ട മെട്രോയും അതുപോലെ തന്നെ റെയിൽവേയുമായി ബന്ധിപ്പിച്ച് ടെർമിനൽ പണിയാനുള്ള ആ ഒരു പ്രോജക്റ്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഭാവിയിൽ നമുക്ക് കണ്ടറിയണം അതൊക്കെ വരുമോ വരില്ലയോ എന്നുള്ള കാര്യം, പക്ഷേ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. അപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ മാറാൻ പോവുകയാണ്. മലബാറിൻ്റെ ആ ഒരു വികസന സ്വപ്നങ്ങൾക്ക് ഈ ഒരു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്തായാലും ചിറകേകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായ കോഴിക്കോട് വികസിക്കുന്നു. ഇതിനു പുറമെ തിരുവനന്തപുരവും എറണാകുളത്തും വൻ മാറ്റങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയും ഈ മാറ്റത്തിൻ്റെ ആ ഒരു ശംഖുലികൾ മുഴങ്ങട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഇനിയും ഡെവലപ്മെൻറ്റ് വേണം. ഡെവലപ്മെൻ്റ് എന്ന് ഒരു ആപ്തവാക്യത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സലിഹ, എന്നോടൊപ്പം പ്രണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.